അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ചില കമന്റ്സിനോടൊരു മറുപടിയാണ്. അല്ല, വന്ന കമന്റ് ഇതാണ്: ഇത്രയും പ്രായമായില്ലേ, അതും ഗർഭിണി ആയില്ലേ, നാണമില്ലേ? ഇതാണ് കമന്റ്. നാണം കിടന്ന ആവശ്യമുണ്ടോ എന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയത്തില്ല. പിന്നെ ലോകത്ത് ആദ്യത്തെ ഗർഭമല്ലത്. പിന്നെ പെണ്ണ് ഗർഭിണിയാവും, സ്വാഭാവികം. അതിനകത്ത് നാണക്കേട് ഞങ്ങൾക്കില്ല. അമ്പിളിക്ക് 60 വയസ്സായി, 60 വയസ്സിൽ ഗർഭിണിയായെന്ന് പറയുന്നുണ്ട്. 60 വയസ്സായാലും 70 വയസ്സായാലും ഞങ്ങൾക്കില്ലാത്ത പ്രശ്നം മറ്റൊരാൾക്ക് വേണ്ട. ഒരുപാട് കമന്റ് എനിക്ക് വരുന്നു. എനിക്ക് എത്ര മാസമായി, എനിക്ക് 2ാമത്തെ മാസമായി, ഞാൻ റെസ്റ്റ് എടുക്കണമെന്ന് എല്ലാരും ഇങ്ങനെ കമന്റിൽ കൂടെ പറയുന്നുണ്ട്. 14 തുടങ്ങി 44 വയസ്സുവരെയാണ് ഈ റീപ്രൊഡക്റ്റീവ് ഏജ് അല്ലെങ്കിൽ പ്രത്യുൽപാദന സമയം എന്ന് പറയുന്നത്. അപ്പോൾ 35 വയസ്സ് കഴിയുമ്പോഴേക്കും അണ്ടങ്ങളുടെ എണ്ണം കുറയും, അണ്ടങ്ങളുടെ മേന്മയും കുറയും. അപ്പോൾ ഈ സമയങ്ങളിൽ അണ്ടോൽപാദനം നടക്കുന്ന അണ്ടങ്ങൾ നല്ല ജനിതകമായി ആരോഗ്യമുള്ള അണ്ടങ്ങളാകണം എന്നില്ല. പൊതിച്ചോറ് വേണം, ഇങ്ങനെ ഒരു വീഡിയോ കണ്ടത് പറഞ്ഞ്. എന്നാൽ നമുക്കിത് പൊതിച്ചോറ് ഉണ്ടാക്കിയാലോ? അപ്പൊ പൊതിച്ചോറ് നമുക്ക് ആദ്യം വേണ്ടത് വാഴയിലാണല്ലോ. അപ്പൊ സുഹിതണ്ണാണ് വാഴയില അവിടെ നിന്ന് വെട്ടിയെടുത്തത്. വീട്ടിൽ ഓൾറെഡി കറിയൊക്കെ റെഡി ആയിട്ടുണ്ടെങ്കിൽ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അതേ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സോഷ്യൽ മീഡിയയിൽ കോളിളക്കം സൃഷ്ടിക്കാൻ വേണ്ടി നമുക്കറിയാം ജീവമാതാ കാരുണ്യ ഭവനുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഉണ്ടായിരുന്നു. നിരവധി ആളുകൾ ഈ ഇവരുടെ വീഡിയോ റിയാക്ഷൻ ചെയ്യുകയും അതിനെ തുടർന്ന് അവർ കുടുംബം ഒന്നടങ്കം ഏറിൽ നിന്ന് ഏറിലേക്ക് ഒരുപക്ഷെ മറ്റാരും സഞ്ചരിക്കാത്ത ദൂരത്തിൽ വിദൂരതയിൽ ഏറിപ്പോകുന്ന ഒരു അമ്മയും മക്കളും അല്ലെങ്കിൽ മരുമക്കളും പേരക്കുട്ടികളും ഒക്കെ ആകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. ഏറെ ദുഃഖകരമായ ഒരവസ്ഥയിലൂടെയായിരുന്നു അവർ കടന്നുപോയത്. അതിനുശേഷം വലിയ രീതിയിലുള്ള കേസുകളും ജീവമാതാ കാരുണ്യ ഭവൻ പൂട്ടിപ്പോവുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ സജീവമായി തന്നെ അതിന്റെ പ്രവർത്തനം വീണ്ടും തുടങ്ങിയിരിക്കുന്നു. എന്താണ് സംഭവിച്ചതെന്നറിയില്ല. എന്നാൽ ഏറെ ഞെട്ടുളവാക്കുന്ന ഒരു വാർത്ത, അത് മറ്റൊന്നുമല്ല, അതേ നിരവധി ആളുകൾ നെഞ്ചിലേറ്റിയ ജീവമാതാ കാരുണ്യ ഭവന്റെ ആ ഒരു അമരക്കാരിയായ അമ്പിളിയേച്ചി എന്ന് സ്നേഹത്തോടെ ആളുകൾ വിളിച്ച അതിനുശേഷം ഈ പറഞ്ഞ എന്താണ് ഗിരിജ എന്ത് ഗിരിജയാണ് എനിക്ക് മറന്നു ഞാൻ. ഗിരിജ ചേച്ചിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അതേ ഗിരിജ ചേച്ചി കല്യാണം കഴിച്ചപ്പോൾ നിരവധി ആളുകൾ പറഞ്ഞിരുന്നു, ഈ ഒരു പഹയനെ എന്തുകൊണ്ട് കല്യാണം കഴിച്ച്, ഓനെക്കൊണ്ട് എന്താകും, താടിയും മുടിയുള്ളൊരു പഹയൻ, ഓനെക്കൊണ്ട് ഒന്നും കഴിയില്ല എന്ന് പറഞ്ഞവരുടെ മുമ്പിൽ അതേ 60ാം വയസ്സിൽ 2 മാസം ഗർഭിണിയായി നമ്മുടെ ഗിരിജേച്ചി മാറുന്നു. എന്താണ് സംഭവിച്ചത്? വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്ക് പൊട്ടിത്തെറിച്ചുകൊണ്ട് ചില ആളുകൾ ഇതിനെതിരെ വന്നിട്ടുണ്ട്. അവർക്കെതിരെ അതേ നാണയത്തിൽ പൊട്ടിത്തെറിച്ചുകൊണ്ട് ഏച്ചിയുടെ ഹസ്ബൻഡും എത്തിയിരിക്കുന്നു, ഡാഡി ഗിരിജിയും എത്തിയിരിക്കുന്നു. എന്താണ് സംഭവിച്ചത്? ഇതുമായി ബന്ധപ്പെട്ട് ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളത്? വളരെ വിശദമായി പരിശോധിക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് ആദ്യം വീഡിയോ ഒന്നിലേക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഒന്ന് ഫോളോ ചെയ്ത് കാണാൻ ഉറപ്പായി ശ്രദ്ധിക്കുക. ഇത്രയും പ്രായമായില്ലേ, അതും ഗർഭിണി ആയില്ലേ, നാണമില്ലേ? ഇതാണ് കമന്റ്. നാണം കിടന്ന ആവശ്യമുണ്ടോ എന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയത്തില്ല. പിന്നെ ലോകത്ത് ആദ്യത്തെ ഗർഭമല്ലത്. പിന്നെ പെണ്ണ് ഗർഭിണിയാവും, സ്വാഭാവികം. അതിനകത്ത് നാണക്കേട് ഞങ്ങൾക്കില്ല. അതായത് ഒരു പെണ്ണെന്ന് പറഞ്ഞുകൂടെ, പെൺകുട്ടി ഗർഭിണിയായിരിക്കുന്നു. നമുക്ക് ആദ്യം തന്നെ ഈ ഒരു പഹയന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, അതായത് ഓനി കല്യാണം കഴിച്ചപ്പോൾ നിരവധി ആളുകൾ ഓനെ അവഹേളിക്കുന്ന രീതിയിൽ, ഓനെ മക്കാറാക്കുന്ന രീതിയിൽ, ഓന്റെ ലുക്ക് കണ്ടിട്ട് ഓനിക്ക് ഒന്നും കഴിയാത്ത ഒരു പഹയനാണ്, ഒരു കള്ള ഹിമാറാണെന്നുള്ള രീതിയിൽ ഓനെ അവഹേളിച്ച നിരവധി കമന്റുകൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ കിടപ്പുണ്ട്. എന്നാൽ ഓനൊരു തീരുമാനമെടുക്കുകയായിരുന്നു, എന്നെ അവഹേളിച്ചവർക്ക് മുമ്പിൽ, എന്നെ മോശമാക്കിയവർക്ക് മുമ്പിൽ, ഒരു കഴിവുമില്ലാത്ത ഒരു കള്ളഹിമാറാണെന്ന് എഴുതി തള്ളിയവർക്ക് മുമ്പിൽ ഓനിക്കും ചില കാര്യങ്ങൾ ചെയ്ത് കാണിക്കാനുണ്ടായിരുന്നു. അത്തരത്തിൽ ഓൻ ചെയ്ത് കാണിച്ചിരിക്കുന്നു. എന്താണ് സംഭവിച്ചത്? അമ്പിളിക്ക് 60 വയസ്സായി, 60 വയസ്സിൽ ഗർഭിണിയായെന്ന് പറയുന്നുണ്ട്. 60 വയസ്സായാലും 70 വയസ്സായാലും ഞങ്ങൾക്കില്ലാത്ത പ്രശ്നം മറ്റൊരാൾക്ക് വേണ്ട. അവര് അത്ര സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്കില്ലാത്ത ഒരു സങ്കടം മറ്റൊരാൾക്ക് വേണ്ട. ഇനി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരുന്നവരെ ഞങ്ങൾ കായികപരമായിട്ടും നിയമപരമായിട്ടും നേരിടും. അതായത് നോക്കുക, 60 വയസ്സ് അമ്പിളിയേച്ചിക്ക് ഉണ്ടെന്ന് പറയുന്നു. ഗിരിജേച്ചിക്ക് 60ാം വയസ്സിലേക്ക് കടന്നിരിക്കുന്ന ഈ ഒരു വേളയിൽ ഗിരിജേച്ചി ഗർഭിണിയായിരിക്കുന്നു. ഏറെ ഞെട്ടുളവാക്കുന്ന, അതായത് എനിക്ക് വലിയ അംഗീകാരം, സ്വന്തം മകൾ പോലും ഗർഭിണിയാവാത്ത സാഹചര്യത്തിൽ മരുമകൻ എന്ന് പറയുന്ന ആ ഒരു പഹയൻ അതിനു മുമ്പിൽ പകച്ചിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ സ്വന്തം അമ്മ 60ാം പക്കത്തിൽ ഗർഭിണിയാവുന്നു. ഏറെ ഞെട്ടുളവാക്കുന്ന, അതായത് ഫാമിലി ബ്ലോഗിന്റെ ചരിത്രത്തിൽ തന്നെ ഏറെ ഞെട്ടുളവാക്കുന്ന ഒരു സംഭവം തന്നെയാണ് നടന്നിരിക്കുന്നത്. നാണക്കേടുള്ളവർ ഗർഭിണിയാവണ്ട. 2ാമത്തെ ക്വസ്റ്റ്യൻ: നിങ്ങൾക്ക് ആർക്കും ജോലിയില്ലേ? എല്ലാണോ ഇതേ ചുറ്റിപ്പറ്റിയാണല്ലോ ഉള്ളത്? സുഹിതണ്ണ മറുപടി കൊടുക്ക്. ജോലിയില്ലണ്ണാ, ജോലിയില്ല, ഒരു ജോലി തരുവോ? ജോലിയില്ലണ്ണാ. അപ്പൊ ജോലിയുള്ളവര് സുഹിതണ്ണ നമ്പർ വിളിക്കേണ്ടതാണ്. സുഹിതണ്ണ തീർച്ചയായിട്ടും വരും. എല്ലാരും ഒരുപാട് കമന്റ് എനിക്ക് വരുന്നു. എനിക്ക് എത്ര മാസമായി, എനിക്ക് 2ാമത്തെ മാസമായി, ഞാൻ റെസ്റ്റ് എടുക്കണമെന്ന് എല്ലാരും ഇങ്ങനെ കമന്റിൽ കൂടെ പറയുന്നുണ്ട്. ഞാൻ ആവശ്യത്തിന് റെസ്റ്റ് എടുക്കുന്നുണ്ട്. എന്നാലും നമ്മുടെ കിച്ചണിലെ ജോലിയൊക്കെ ഒരുപാടില്ലേ, അപ്പൊ അവന് സഹായിക്കാനെ കൊണ്ട് ഇടയ്ക്കിടയ്ക്ക്
കിച്ചണിൽ പോയി അവിടുത്തെ ജോലിയൊക്കെ ചെയ്യും. പിന്നെ ഞാൻ നന്നായി റെസ്റ്റ് എടുക്കുന്നുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ടല്ലോ, അത് തന്നെ ഒരു അനുഗ്രഹമാണ്. അതായത് ഗിരിജ ചേച്ചിയെ നിരവധി ആളുകൾ മുമ്പ് നെഞ്ചിലേറ്റിയിരുന്നു. എന്നാൽ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ, 2 മാസം ഗർഭമുണ്ടെന്ന് ചേച്ചിക്ക് ഗർഭമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ചേച്ചിയെ കൂടുതൽ നെഞ്ചിലേറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ, അതായത് നിരവധി ആളുകൾ വിളിക്കുന്നത് പൊട്ടിക്കരയുകയാണ്. അതായത് ചേച്ചിയുടെ ഈ ഒരു ഗർഭത്തിൽ വലിയ രീതിയിലുള്ള ഒരു ഇമോഷണൽ ഡ്രാമയിലേക്ക് നിരവധി ആളുകൾ പോയി എന്നുള്ളതാണ്. അതായത് ആരാധകർ പറയുന്നത്, നെഞ്ചിലേറ്റിയവർ പറയുന്നത്, ഇത് ഗിരിജേച്ചിയുടെ മാത്രം ഗർഭമല്ല, ഇത് തങ്ങളുടെ കൂടെ ഗർഭമാണ്, ഇത് ഞങ്ങൾ നെഞ്ചിലേറ്റുമെന്നുള്ള ഒരു വാശി ഇവർ കാണിക്കുന്നു എന്നുള്ളതാണ് ഏറെ ഞെട്ടുളവാക്കുന്ന. ഒരുപക്ഷെ നിരവധി ആളുകൾ അവഹേളിക്കുമെന്ന് ചിന്തിച്ച ഒരു സംഭവത്തിന് ഏറെ സപ്പോർട്ട് കിട്ടുന്നു എന്നുള്ളത് വളരെ വൈകാരികമായി തന്നെ നമ്മൾ കാണേണ്ട ഒരു സംഭവം തന്നെയാണ്. എനിക്ക് പൊതിച്ചോറ് വേണം, ഇങ്ങനെ ഒരു വീഡിയോ കണ്ടത് പറഞ്ഞ്, എന്നാൽ നമുക്കിത് പൊതിച്ചോറ് ഉണ്ടാക്കിയാലോ നല്ല. അപ്പൊ പൊതിച്ചോറ് നമുക്ക് ആദ്യം വേണ്ടത് വാഴയിലാണ്. അപ്പൊ സുയിത്തണ്ണാണ് വാഴയില അവിടെ നിന്ന് വെട്ടിയെടുത്തത്. വീട്ടിൽ ഓൾറെഡി കറിയൊക്കെ റെഡി ആയിട്ടുണ്ടെങ്കിലും നമ്മൾ എക്സ്ട്രാ ചമ്മന്തി ഒന്നും കൂടെ നരച്ചു, പിന്നെ ഇലയൊക്കെ ഒന്ന് വാട്ടിയെടുത്ത് ചെയ്യാൻ പറ്റുന്ന പരുവത്തിലാക്കി എടുത്ത് നമ്മൾ അങ്ങനെ പൊതിച്ചോറ് കിട്ടിത്തുടങ്ങി. നല്ല ചമ്മന്തിയും ഉപ്പിലിട്ട നെല്ലിക്കയും ചാമ്പയ്ക്ക അച്ചാറും തോരനും നല്ല നാടൻ ചിക്കൻ. അമ്മ കണ്ട പൊതിച്ചോറിന്റെ വീഡിയോയില് ഈ കറികളൊന്നും തന്നെയല്ല, ചാമ്പയ്ക്ക അച്ചാർ മാത്രമല്ല നെല്ലിക്ക അച്ചാറും ഉണ്ട്. അങ്ങനെ നമ്മൾ ചോറും ചമ്മന്തിയും ചാമ്പയ്ക്ക അച്ചാർ, നെല്ലിക്ക അച്ചാർ, തോരൻ, നല്ല നാടൻ ചിക്കൻ കറി ഇതൊക്കെ വെച്ച് നമ്മുടെ ഇല അങ്ങോട്ട് സെറ്റായി. പിന്നെ സുയിത്തണ്ണാണ് ഇല പൊതിയുന്നത്. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങളിൽ പല ആൾക്കാരും ഒരു പൊതിച്ചോറ് ഇപ്പൊ കിട്ടിയ എന്ന് നല്ലതായിരുന്നു ചിന്തിച്ചു കാണുമല്ലോ. സ്കൂളിൽ പോകുന്നവർക്കും ജോലിക്ക് പോകുന്നവർക്കുമാണ് കൂടുതൽ ഇത് കഴിക്കാൻ. പൊതിച്ചോറ് റെഡി ആയിട്ടുണ്ട്, നമുക്കെന്താ കൊണ്ട് കൊടുക്കാം. ഒന്നാലോചിച്ച് നോക്കുക, ഏറെ സുഹൃതം ചെയ്ത ഒരമ്മ. അതായത് തൻ്റെ ഗർഭത്തിന് തന്നെ പരിരക്ഷിക്കാൻ വേണ്ടി, ഗർഭിണിയാവുന്ന സമയത്ത് തന്നെ പരിരക്ഷിക്കാൻ വേണ്ടി തൻ്റെ മരുമകൻ, തൻ്റെ മരുമകൾ, പേരക്കുട്ടി മാത്രമല്ല തൻ്റെ ഹസ്ബൻഡ് മരണപ്പെട്ടതിന് ശേഷം പുതുതായി വന്ന ആ ഒരു പഹയൻ തന്നെ ഏറെ സ്നേഹിച്ചു നെഞ്ചിലേറ്റുന്നു എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇതുപോലെ ഒരു അവസ്ഥയിലൂടെ സാധാരണ നിലയ്ക്ക് ഒരാൾ കടന്നു പോയിട്ടുണ്ട്. അല്ല, അത്രയും അധികം സുഹൃതം ചെയ്ത ഒരു അമ്മയായി ഈ ഗിരിജേച്ചി മാറുന്നു എന്നുള്ളത് ഏറെ ഞെട്ടുളവാക്കുന്നത് തന്നെയാണ്. കുറേ പേര് നല്ല കുറച്ച് കമന്റ്സ് ഇടുന്നുണ്ട്, പ്രത്യേകിച്ച് എന്നെ കുറിച്ച് കുറേ പേര് നല്ല കമന്റ്സ് ഇട്ടിട്ടുണ്ട്. ഈ മുട്ട കഴിക്കുന്നതിന്റെയാണ് എനിക്ക് കുരു ഇടുന്നത് കേട്ടോ. അത് ഞാൻ നിങ്ങൾ എല്ലാവരും പറഞ്ഞതുപോലെ വർഷ മുഖക്കുരു സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ളവർ പറഞ്ഞാൽ അത് നമുക്ക് തരാം, കുറച്ച് തരാം. അപ്പൊ ഈ നെഗറ്റീവ് കമന്റ് ഇട്ടവർക്ക്, നല്ല കമന്റ് ഇട്ടവർക്ക് ഞങ്ങളുടെ സ്നേഹം നന്നായിട്ടുണ്ട്. പക്ഷെ ഒരുപാട് പേര് എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാൻ കഴിഞ്ഞു. ഒരുപാട് പേര് വിളിച്ച് കരയെ വരെയും ചെയ്തിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. നെഗറ്റീവ് കമന്റ് ഇട്ടവർക്ക് ഒരു മറുപടി ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിലൂടെ വരുന്നതാണ്. ലോങ് വീഡിയോ ആണ്, എല്ലാരും അത് കാണണം. അപ്പൊ ഓക്കെ, ബൈ ബൈ, ടാറ്റാ. അതായത് ഗിരിജേച്ചിയും കുടുംബത്തിനെയും ഏറെ നാളുകൾക്ക് ശേഷം നിരവധി ആളുകൾ നെഞ്ചിലേറ്റുന്നത് മാത്രമല്ല, ഗിരിജേച്ചിയുടെ ഗർഭവും നിരവധി ആളുകൾ നെഞ്ചിലേറ്റുന്നു. എന്നാൽ അതിനിടയിലും ഏറെ ദുഃഖകരമായ ഒരവസ്ഥ, ഒരു വലിയ വിഭാഗം ആളുകൾ ഈ ഒരു ഗർഭാവസ്ഥയെ പരിഹസിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഗിരിജേച്ചിയെ തന്നെ അവഹേളിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ ഇത് ചെയ്യാൻ പാടില്ല, 60-ാം പക്കത്തിലാണോ ഗർഭം എന്നൊക്കെ പറഞ്ഞ് അവഹേളിക്കുന്ന കമന്റുകൾ വരുന്നത് ഏറെ ദുഃഖകരമായ ഒരവസ്ഥയാണ്. അതിലെന്താണ് എന്തെങ്കിലും വാസ്തവമുണ്ടോ? അത്തരം കമന്റുകൾ അടിക്കുന്നവരെ പരിഹസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോ ചെയ്യുമെന്നാണ് പറയുന്നത്. ഈ വീഡിയോസിലൊക്കെ പറയുന്നത് ഇത്തരം കമന്റുകൾ അടിക്കുന്ന അസൂയക്കാരാണ്. എന്തുകൊണ്ട് തങ്ങളുടെ അമ്മയ്ക്ക് ഈ ഒരു 60-ാം വയസ്സിൽ ഗർഭിണിയായിക്കൂടാ? അമ്മയ്ക്ക് വേണ്ടുവോളം സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ, പൊതിച്ചോറ് എന്തൊക്കെ വേണം അതെല്ലാം ചെയ്തു കൊടുക്കാൻ നമ്മൾ ഇത്രയും അധികം ആളുകൾ ഉള്ളപ്പോൾ എന്തുകൊണ്ട് അമ്മയ്ക്ക് പ്രസവിച്ചുകൂടാ എന്ന് നിരവധി പഹയന്മാർ ചോദിക്കുന്നുണ്ട്. എന്താണ് ആക്ച്വലി ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ട് ഒരു 50-ാം വയസ്സിൽ അല്ലെങ്കിൽ 60-ാം വയസ്സിൽ പ്രസവിച്ചാൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട്, ഇത് നല്ല കാര്യമാണോ? എന്താണ് സംഭവം? നമുക്ക് വളരെ വിശദമായി പരിശോധിക്കാം. ഡോക്ടർക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഡോക്ടേഴ്സിന് എന്താണ് പറയാനുള്ളത്? ഒരു സ്ത്രീക്ക് 35 വയസ്സ് കഴിയുമ്പോഴത്തേക്കും അവരുടെ പ്രത്യുൽപാദന ജീവിത കാലഘട്ടത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. 14 തുടങ്ങി 44 വയസ്സ് വരെയാണ് ഈ റീപ്രൊഡക്റ്റീവ് ഏജ് അല്ലെങ്കിൽ പ്രത്യുൽപാദന സമയം എന്ന് പറയുന്നത്. അപ്പോൾ 35 വയസ്സ് കഴിയുമ്പോഴേക്കും അണ്ടങ്ങളുടെ എണ്ണം കുറയും, അണ്ടങ്ങളുടെ മേന്മയും കുറയും. അപ്പോൾ ഈ സമയങ്ങളിൽ അണ്ടോൽപാദനം നടക്കുന്ന അണ്ടങ്ങൾ നല്ല ജനിതകമായി ആരോഗ്യമുള്ള അണ്ടങ്ങളാകണം എന്നില്ല. അപ്പോൾ ഈ അണ്ടങ്ങളും ബീജവുമായിട്ട് സംയോജിച്ചുണ്ടാകുന്ന ഒരു കുഞ്ഞിന്
ജനിതക വൈകല്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഏറെ ഞെട്ടുളവാക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അതായത് അത്തരത്തിലൊന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതായത് ഈ ഒരു ഡോക്ടർ പറയുന്നത് ഇത്തരത്തിൽ ഏജ് ഓവറായി, അതായത് ഇവിടെ 35 വയസ്സിന് ശേഷമാണ് ഇവർ പറയുന്നത്, 50-60 വയസ്സായ ഗിരിജേച്ചി ഈ രീതിയിൽ ഒരു അറ്റംപ്റ്റ് നടത്തി കഴിഞ്ഞാൽ അത് ഏറെ സങ്കീർണത ഉളവാക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ നമുക്കറിയാം, സോഷ്യൽ മീഡിയയിലെ മറ്റ് 2 താരങ്ങളായിരുന്ന TT ഫാമിലിയിലെ ആ ഒരു പഹയന് ഓന്റെ പെണ്ടാട്ടി ഷമീത്തയ്ക്ക് 55 വയസ്സായിരുന്നു പ്രായം. ആ സമയത്ത് ആദ്യം ഒരു കുട്ടി ഉണ്ടാവുന്നു, അതിനുശേഷം 2ാമത്തെ കുട്ടിക്ക് വേണ്ടി ശ്രമിക്കുന്നു. ഷമീത്തയുടെ ജീവൻ പോലും പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഏറ്റവും ഒടുവിൽ കുട്ടി നഷ്ടപ്പെടുന്നു, ഷമീത്ത രക്ഷപ്പെടുന്നു. അതായത് ഇത്തരം റിസ്കുകൾ എടുക്കുമ്പോൾ ഒരുപക്ഷെ ജീവന് പോലും ഭീഷണി ആയേക്കാമെന്നാണ് ഭൂരിപക്ഷം ആളുകളും പറയുന്നത്. മറ്റൊരു ഡോക്ടർക്കും ഇതേ അഭിപ്രായം തന്നെയാണ് പറയാനുള്ളത്. അതോടെ ഒന്ന് കേൾക്കാം. എപ്പോഴാണ് പ്രഗ്നൻസി ആകാൻ ഏറ്റവും പറ്റിയ സമയം എന്ന് സാധാരണ കുട്ടികൾ ചോദിക്കുമ്പോൾ 25-നും 30-നും ഇടയ്ക്കുള്ള സമയമാണ് ബെസ്റ്റ് ടൈം. കാരണം അവരുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള എല്ലാം നമ്മൾ കണക്കിലെടുത്താണ് ആ ഏജ് പറയുക. എന്നാൽ ഏറ്റവും കൂടുതൽ പ്രഗ്നൻസി ആവാൻ സാധ്യതയുള്ള സമയം 18 മുതൽ 25 വയസ്സ് വരെയുള്ള സമയമാണ്. ഒരു പെൺകുട്ടി ഈ ഭൂമിയിലേക്ക് ജനിക്കുമ്പോൾ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള നമ്പർ ഓഫ് എഗ്സ് ആണ്. ആ അണ്ടം പിന്നെ കൂടുകയില്ല. ആ അണ്ടത്തിൽ നിന്നാണ് ഓരോ പ്രാവശ്യവും പീരീഡ്സ് വന്നു കഴിയുമ്പോഴത്തേക്കിന് ഒരു സെറ്റ് ഓഫ് എഗ്സ് ഡിസ്ട്രോയിഡ് ആവുന്നുണ്ട്. 35 വയസ്സിന് ശേഷം എന്തൊക്കെയാണ് പ്രോബ്ലംസ്? ഡെലിവറി ആകുന്ന സമയത്ത് 35 വയസ്സ് ആകുമെങ്കിൽ നമ്മൾ അതിന് അഡ്വാൻസ്ഡ് മെറ്റേണൽ ഏജ് എന്ന് പറയും. അപ്പോൾ ഈ സമയത്ത് എന്താണ് പ്രോബ്ലംസ് വരാവുന്നത്? സാധാരണ പ്രഗ്നൻസി ആവാൻ ഡിലേ വരാം, അബോർഷൻ്റെ സാധ്യത കൂടുതലാവാം, ക്രോമസോമൽ പ്രോബ്ലം കൂടുതലാവാം. അതായത് സാധാരണ ഡൗൺ സിൻഡ്രോം പോലുള്ള സാധ്യത 20 വയസ്സിൽ 1250 ഒരു കുഞ്ഞിനാണ് ഉണ്ടാകുന്നതെങ്കിൽ അത് 35-ൽ അത് 300-ൽ ഒരു കുഞ്ഞിനുണ്ടാവാം. 40 വയസ്സിന് ശേഷം അത് 85-ൽ ഒരു കുഞ്ഞിനുണ്ടാവാം. അപ്പോൾ ജനറ്റിക് ടെസ്റ്റിങ്, നിഫ്റ്റ് പോലുള്ള ടെസ്റ്റിങ്ങുകൾ ആവശ്യമാണ്. കൂടുതൽ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള മോണിറ്ററിങ് ആവശ്യമാണ്. പ്രഷർ, ഷുഗർ അങ്ങനത്തെ കോംപ്ലിക്കേഷൻസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള ചെക്കപ്പ് ആവശ്യമാണ്. ഡെലിവറി കഴിഞ്ഞിട്ടും തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡോക്ടറെ സമീപിക്കേണ്ടതാണ്. 35 വയസ്സിന് ശേഷം ഉള്ള ഡെലിവറിയിൽ ആ കുഞ്ഞുങ്ങൾക്ക് അവരുടെ ഐക്യവും ഇക്യവും ഒക്കെ മറ്റുള്ള കുഞ്ഞുങ്ങളെ അപേക്ഷിച്ച് കൂടുതലാണെന്ന് ചില സ്റ്റഡി കണ്ടെത്തിയിട്ടുണ്ട്. ഒരു വെൽ സെറ്റിൽഡ് ആയി അവർക്ക് അവരുടെ കുഞ്ഞുങ്ങളെ നോക്കാനായിട്ടുള്ള കൂടുതൽ സമയം, ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കെയർ കൊടുക്കാനായിട്ടുള്ള അവരുടെ സാഹചര്യങ്ങൾ വർദ്ധിക്കുന്നത് കൊണ്ടാവാം ഇങ്ങനെ ഒരു ഇത് കാണുന്നത്. 35 വയസ്സിന് ശേഷമുള്ള പ്രഗ്നൻസിയിൽ അവർക്ക് അമ്മമാരുടെ ലൈഫ് സ്പാനും കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഒരുപക്ഷെ ഈ വീഡിയോയിൽ പറയുന്ന പോലെ ഈ 2 ഡോക്ടർമാരും പറയുന്ന വെച്ച് നോക്കുവാണെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ ചില വാസ്തവമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ അറിയാവുന്ന ആൾക്കാരായിരിക്കും ഇപ്പോൾ ഈ കമന്റ് ഇടുന്നത്. ഗിരിജേച്ചി ഇത് വേണ്ടിയിരുന്നില്ല, 60-ാം വയസ്സിൽ 60-ാം പക്കത്തിൽ ഈ ഒരു ഗർഭം വേണ്ടിയിരുന്നില്ല, റിസ്ക് ആണെന്ന് കമന്റ് ഇടുന്ന ആൾക്കാരെ തെറ്റു പറയാൻ പറ്റത്തില്ല. ഇതൊരു ഫാക്ട് തന്നെയാണ്. ഒരുപക്ഷെ അത് മനസ്സിലാക്കാത്ത ഗിരിജേച്ചിയും കുടുംബവും ചിന്തിക്കുന്നത് ഏച്ചിയുടെ ആ ഒരു ഗർഭാവസ്ഥയിൽ അസൂയ പൂണ്ട്, കുശുമ്പ് പൂണ്ട് ഏച്ചിക്ക് ഇത്രയും അധികം പരിപാലനം കൊടുക്കുന്ന ഈ കള്ളഹിമാറുകളെ കാണുമ്പോൾ തങ്ങൾക്കത് കിട്ടിയില്ലല്ലോ എന്ന് ഓർത്ത് ഏച്ചിയോട് അസൂയ തോന്നുന്ന കള്ളഹിമാറുകളാണെന്നാണ് ഈ ഒരു ഫാമിലി ധരിക്കുന്നത്. എന്നാൽ അങ്ങനെ ഇല്ലെന്നുള്ള ഒരു നഗ്ന സത്യമാണ് ഡോക്ടേഴ്സ് പറയുന്നത്. ഏറെ ഞെട്ടുളവാക്കുന്ന ഏറെ ദുഃഖകരമായ അവസ്ഥ. എനിവേ, നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഗിരിജേച്ചിയുടെ ഈ ഒരു ഗർഭം ആവശ്യം തന്നെയായിരുന്നു? നിങ്ങളുടെ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്താം. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന വീഡിയോ ലൈക്ക്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ. 40 വയസ്സായ സ്ത്രീക്ക് പ്രഗ്നൻസി പറ്റുമോ? വയസ്സ് 35-ന് ശേഷം ഓരോ വർഷം കഴിയുമ്പോഴും പ്രഗ്നൻസിക്കുള്ള സാധ്യത കുറഞ്ഞു വരികയും അതുപോലെ പ്രഗ്നന്റ് ആയിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ആ ഒരു പ്രശ്നങ്ങൾ, കോംപ്ലിക്കേഷൻസ് പ്രഗ്നൻസി സമയത്ത് ഉണ്ടാകാനുള്ള സാധ്യത കൂടുകയും ചെയ്യും. എന്നിരുന്നാലും ഒരുപാട് പേർ 40 വയസ്സും അതിനപ്പുറവും കഴിഞ്ഞിട്ടും വലിയ പ്രശ്നമൊന്നുമില്ലാതെ പ്രഗ്നന്റ് ആവുകയും ആ ഒരു പ്രഗ്നൻസി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും പ്രസവിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക, അത്ര തന്നെ കേട്ടോ.